ഉത്രാടപ്പാച്ചിലിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 5 മണിക്കും 6 മണിക്കും ഒക്കെ തന്നെയുള്ള നമ്മുടെ ലൈവിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ബെഡ്ഷീറ്റ് വിൽക്കാൻ എത്തുന്ന ഈ ചേട്ടന്മാരെ. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം? കച്ചവടം കുഴപ്പമില്ല. ശ്രീ പത്മനാഭൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. നല്ല കച്ചവടമാണ്. അത്യാവശ്യം ഇത്രേ ഉള്ളൂ, ഇത്ര മാത്രം, ഇത് മാത്രം. ഇപ്പോൾ തിരുവോണം ആഘോഷിക്കാനുള്ള കാര്യമൊക്കെ സെറ്റായി? അതൊക്കെ സെറ്റ് വളരെ ഹാപ്പി. നേരത്തെ ചേട്ടൻ പറഞ്ഞായിരുന്നു ലൈവിലെ ചേട്ടന് തലവേദനയായി തുടങ്ങി, രാവിലെ തൊട്ടേ കച്ചവടത്താണ്. ഒന്ന് ഹാപ്പി ആയല്ലോ. നമ്മൾ ആരുടെ മുന്നിൽ നിൽക്കുന്നത് പത്മാവന്റെ ഉള്ള എപ്പോൾ വരുമ്പോഴും നമുക്കൊരു കുഴപ്പമില്ലാണ്ട് പോയി. ഈ പ്രാവശ്യം മഴയിൽ രാവിലെ ഉണ്ടായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ട് പോകണം. നാളെ പോയി തിരുവോണം ആഘോഷിക്കും കുട്ടികളും. എല്ലാ കൊല്ലം സന്തോഷത്തോടെയാണ് ഇവിടുന്ന് ഞങ്ങൾ പോവുക. പക്ഷെ വയനാടിന്റെ ഒരു സങ്കടം, വളരെ വിഷമം ഉണ്ട് മനസ്സിൽ. അതുതന്നെയാണ് ഈ ചേട്ടൻ പറയും പോലെ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഓണത്തിന് വേണ്ടി തിരുവോണ നാളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ തിരുവോണത്തിൻ്റെതായ സന്തോഷമൊക്കെ തന്നെ നമ്മളിൽ പലർക്കും ഉണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും മനസ്സിലൊരു വിങ്ങലായി തന്നെ വയനാട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. നമ്മളോടൊപ്പം തന്നെ ഈ ഓണം ആഘോഷിക്കേണ്ട പലരുമാണ് വയനാട് പെട്ടെന്നുണ്ടായ ഈ ഉരുൾപൊട്ടലിൽ അവരുടെയൊക്കെ തന്നെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ ഈ ഓണം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിലും എല്ലാവരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് ഈ കച്ചവടക്കാർ പോലും ആ ഒരു കാര്യം ഓർത്തെടുത്തിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ പോലും ആ ഒരു വിഷമം നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ഈ ഉത്രാടപ്പാച്ചിലിന് ഇപ്പോൾ ഏകദേശം അവസാനമായിരിക്കുകയാണ്. മാതൃഭൂമിയുടെ പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെ തിരുവനന്തപുരം ഇപ്പോൾ ഈ ഉത്രാടപ്പാച്ചിലിന്റെ നിറവിലേക്ക്, അതിന്റെ ഒരു സമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സുധീഷ് തിരുവല്ലയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.